ബിഗ് ബോസിൽ മത്സരിച്ചതോടെയാണ് ആദിലയും നൂറയും പ്രേക്ഷകർ അടുത്തറിഞ്ഞത്. ഷോയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ വ്ലോഗിലൂടെയായി ഇവർ പങ്കിടുന്നുമുണ്ട്. +1 കാലത്തായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്നത്. ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങനെ സംസാരിച്ചിരുന്നില്ല. ജാഡിയായിരിക്കും എന്നായിരുന്നു കരുതിയത്. ആദിലയായിരുന്നു ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാക്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത്. +2 കഴിയുന്ന സമയത്തായിരുന്നു വീട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഐ ലവ് യു പറയാറുണ്ടെങ്കിലും റിലേഷനിലാണെന്ന തോന്നലൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. സൗദിയിലായിരുന്നതിനാൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ അറിയുമായിരുന്നില്ല. ഇഷ്ടം പറഞ്ഞാൽ ഇത് തെറ്റാവുമോ എന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചായിരുന്നതിനാൽ പിള്ളേർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ആദില എന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു, എല്ലാത്തിനും കൂടെ നിൽക്കാറുണ്ടായിരുന്നെന്നും നൂറ പറഞ്ഞിരുന്നു. സെക്ഷുവാലിറ്റിയെ കുറിച്ചോ ഐഡന്റിറ്റിയെ കുറിച്ചോ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. അവളില്ലാതെ പറ്റില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒന്നിച്ചു പോവാമെന്ന് തീരുമാനിച്ചത്. വീട്ടുകാർ പറയുന്നത് പോലെ പോയാൽ അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കില്ലെന്ന് മനസ്സിലായിരുന്നു. ഇരുവരുടെ സൗഹൃദം ശരിയല്ലെന്ന് സ്കൂളിൽ നിന്നുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. വീട്ടിൽ പോയി ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോഡ് ഭാഷയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നതിനാൽ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നു. ആദിലയോട് മിണ്ടുന്നതൊന്നും വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. ചാറ്റ് നോക്കിയപ്പോഴാണ് ഉമ്മയ്ക്ക് ഞങ്ങളുടെ ഇഷ്ടം മനസ്സിലായത്. ആൺകുട്ടിയോടാണ് ചാറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യം കരുതിയത്. മകൾക്ക് മറ്റൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയായിരുന്നു അവർ. ഇതെന്തോ രോഗമാണ് എന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. ഞാൻ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അവർക്ക് മനസ്സിലാവുമായിരുന്നില്ല. അവർക്കൊരു ഡ്രീം ഉണ്ട്, അതുവഴിയെ ഞാൻ പോകണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്റെ സ്വപ്നം അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. ഉമ്മ ആദിലയുടെ പേരൻസിനെ വിളിക്കുമായിരുന്നു. മകളെ നന്നായി വളർത്തി കല്യാണം കഴിപ്പിച്ച് വിടാനൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. മകളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. അവൾ കാരണമാണ് ഞാൻ ഇങ്ങനെയായിരുന്നത് എന്നാണ് ഉമ്മയുടെ കണ്ടെത്തൽ. നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ കാണാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. 3 വർഷത്തോളം കാണാതെയാണ് ജീവിച്ചത്. വേറൊരു റിലേഷനിലേക്ക് പോവാനൊന്നും തോന്നിയിരുന്നില്ല. പാർട്ട്ണറോട് സിൻസർ ആയിരുന്നു എന്നാണ് നൂറ പറഞ്ഞിരുന്നത്. മതമായിരുന്നു വീട്ടുകാർക്കെല്ലാം. ജോലിക്കൊന്നും പോവേണ്ട, ഇനി കല്യാണമാണ് എന്നായിരുന്നു എപ്പോഴും പറഞ്ഞിരുന്നത്. ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളുടേതായ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ടും ഞങ്ങളെ പിരിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്നും ആദില പറഞ്ഞു. മാതാപിതാക്കളെ വേദനിപ്പിച്ചു എന്നാണ് ഞങ്ങളെ കുറിച്ച് പറയുന്നത്. അവർ ഫുഡ് തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊരു കുട്ടിക്ക് പാരന്റ്സ് എന്ന നിലയിൽ അവർ നൽകേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അതിൽ നിന്നും വേറെ ഒന്നും തോന്നിയില്ല എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. വീട്ടിൽ ഇനി നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ഷെൽട്ടർ ഹോമിലേക്ക് മാറിയത്. 8 ദിവസമാണ് അവിടെ കഴിഞ്ഞതെങ്കിലും 8 വർഷം പോലെയാണ് തോന്നിയത്. ആദില എവിടെയാണെന്ന് അറിയാതെ നല്ല ടെൻഷനും പേടിയുമായിരുന്നു എനിക്ക്. ഫോണൊന്നും തരുന്നില്ലായിരുന്നു. അവളുടെ കൂടെ പോവില്ലെന്ന് വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്താണ് ഞാൻ ആദിലയെ കാണാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ കാലുമാറുകയായിരുന്നെന്നും നൂറ പറഞ്ഞു.